പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ ദൈവമായിട്ടുള്ള ബന്ധം, അവൻ്റെ സ്ഥാനം കർത്താവിൽ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ നന്നായി തിരിച്ചറിയണം. കർത്താവിന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറഞ്ഞത് എന്താണ്? എഫെസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വചനത്തിൽ പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ നിറച്ചിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടത് എല്ലാം തന്ന് നമ്മെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? എനിക്ക് കർത്താവ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാണ് തന്നതെന്ന്. നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാനുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾ ഏതാണെന്ന് ചിന്തിക്കുവാനും അതിനുവേണ്ടി സമയം ചിലവിടുവാനും അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും അല്ലേ ജീവിക്കുന്നത്. കർത്താവ് നമ്മോട് പറയുക, നമുക്ക് സകല ആത്മീയ അനുഗ്രഹങ്ങൾ ഒന്നിനും ഒരു കുറവ് വരുത്താതെ തൻ്റെ മക്കളെ തൻ്റെ കയ്യിൽ പരിപാലിക്കുന്ന ഒരു വലിയ ദൈവിക പ്രവൃത്തിയല്ലേ കാണുന്നത്. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന പെറ്റമ്മ പോലും തൻ്റെ കുഞ്ഞിനെ തൻ്റെ മാറിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ പോലും കർത്താവ് പറയുക, മകനെ മകളെ, ഞാൻ നിന്റേതാണ്, ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കർത്താവിനെ കാണാൻ കഴിയും. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ, ആരെല്ലാം മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താതെ, നമ്മൾ കണ്ണീരോടുകൂടെ അവൻ്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ ഓടി അടുത്തു വരുന്ന അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. സകല കൃപകളും സകല ദാനങ്ങളും സകലതും തരുന്നവനായ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവന്റെ അടുക്കൽ കടന്നു വന്ന് അവന്റെ വേദനയും വിഷമവും എല്ലാം മാറ്റുന്ന ഒരു ദൈവത്തെയല്ലേ നമുക്ക് മനസ്സിലാകേണ്ടത്. എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അകത്തു വസിക്കുന്ന യേശുവിനെ നിങ്ങൾക്കൊന്ന് വിളിക്കാമോ? ജോലിയില്ലാതെ നിങ്ങൾ പരാജയപ്പെട്ട് 6-7 വർഷമായി നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ ഒന്ന് വിളിച്ചേ. കർത്താവേ, നിന്റെ മകനാണ്, നിന്റെ മകളാണ്, നിന്റെ സന്നിധിയിലാ പ്രാർത്ഥിക്കുന്നത്. എനിക്കെല്ലാം തരാമെന്ന് പറഞ്ഞവൻ, എൻ്റെ ജീവിതത്തിൽ ഒന്നും കുറവ് വരുത്തിയാലെന്ന് പറഞ്ഞവൻ, കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത് എനിക്ക് കാണാൻ അനുഭവിക്കാൻ എന്നെ ഇന്ന് ഇടയാക്കണം. നമുക്കത് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മോട് പറഞ്ഞതാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മേൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ കഴിയും. അനേക നിരാശരായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കർത്താവിൽ ഏൽപ്പിച്ച് കർത്താവിന്റെ സന്നിധി കൊടുത്തു പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നതും സൗഖ്യം വന്നതും വലിയ അനുഗ്രഹം വന്നതും കാണാൻ ഇടവന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ചെയ്യുന്ന പ്രവൃത്തി കണ്ടാലുണ്ടല്ലോ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതിശയിച്ചു പോകും. നമ്മുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ വർദ്ധിച്ചു വരും. നമ്മുടെ പ്രാർത്ഥനയിൽ പിശാചികൾ ഓടിപ്പോകുന്നതും ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വാതന്ത്ര്യത്തോടുകൂടെ കർത്താവിന്റെ കൂടെ സകലതും ഇറക്കി വെച്ചുകൊണ്ട് കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന അനുഭവം വെളിപ്പെടാൻ ഇടവരും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വലിയ മാറ്റം വരണം, വലിയ അനുഗ്രഹം വരണം, വലിയ സൗഖ്യം വരണം, വലിയ വിടുതൽ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് അവനെ അനുഭവിച്ച് ജീവിക്കാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവർ, ഇല്ലെങ്കിൽ ഈ തന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ, നമുക്ക് ഇങ്ങനെ കർത്താവിന്റെ കൂടെ ജീവിക്കാനോ കഴിയത്തുള്ളൂ. തന്നത് കർത്താവ് സ്വർഗത്തിൻ്റെതാണ്, അതൊത്തിരി മൂല്യമുള്ളതാ കർത്താവ് തന്നത്.
തൻ്റെ മക്കൾക്ക് സ്വർഗീയ അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളത് തന്നെങ്കിൽ തന്ന ദൈവത്തിന് എത്ര നന്ദി പറയണം, എത്ര ആരാധിക്കണം, എത്ര മഹത്വപ്പെടുത്തണം. ആ കർത്താവിന്റെ കൂടെ നമ്മുടെ ജീവിതത്തെ ഒരുക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നീ നൽകിയ ആത്മീയ അനുഗ്രഹങ്ങൾ മുഴുവനും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനുമായി നീ ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ശക്തി അഭിഷേകവും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അത് വെളിപ്പെടുവാനും അനുഭവിക്കുവാനും അങ്ങ് ഇടയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.